ഇപ്പോൾ എൻ്റെ തക്കാളി ചെടികളൊക്കെ നന്നായിട്ട് പൂവിട്ടിരിക്കുകയാണ്. അപ്പോൾ പൂവുകളൊക്കെ വന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ പൂകളിലായിട്ട് പൂകളൊന്നും കൊഴിഞ്ഞു പോകാതെ ചെറിയ രീതിയിലൊന്ന് തട്ടിക്കൊടുക്കുന്നത് പരാഗണം നടക്കുന്നതിന് സഹായിക്കുന്നു. അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെജിനാസ് എന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ തക്കാളി കൃഷിയെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ തക്കാളി ചെടികൾക്കായി ഉപയോഗിച്ച് കൊടുത്ത വളപ്രയോഗ രീതികളും അതുപോലെ തന്നെ ജൈവസറികളും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കണ്ടു നോക്കണം. എൻ്റെ ഈ തക്കാളിയുടെ തൈകളെല്ലാം ഞാൻ ഗ്രോ ബാഗിലൊക്കെ വെച്ച് കൊടുത്ത് ഒരു 2-3 ആഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ചുവട്ടിലായി എൻ്റെ കയ്യിൽ സൂപ്പർ മീൽ ഉണ്ടായിരുന്നു, അതൊന്ന് കുറേശ്ശെ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ തക്കാളി ചെടികളുടെയും ചുവടുകളൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് സൂപ്പർ മീലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഗ്രോ ബാഗുകളിലൊക്കെ കുറഞ്ഞ രീതിയിൽ മാത്രമേ പോട്ടി മിക്സ് നിറച്ച് കൊടുത്തിട്ടുള്ളായിരുന്നു. അതിന് മുകളിലാണ് തക്കാളി തൈകളൊക്കെ വെച്ച് കൊടുത്തത്. അപ്പോൾ ഞാൻ തക്കാളി ചെടികളൊക്കെ ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ കുറച്ചുകൂടി കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ചെടിയിൽ നമ്മൾ കണ്ടുവരുന്ന വലിയൊരു പ്രശ്നമാണ് വാട്ടരോഗം. തക്കാളി ചെടി വളർന്നു കഴിഞ്ഞ് നല്ല രീതിയിൽ പൂവും കായും ഒക്കെ വന്നു കഴിയുമ്പോൾ ചെടി വാടിക്കിടക്കുകയാണ് ഉണ്ടാകാറ്. അതോടുകൂടി ആ ചെടി നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ തന്നെ കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ വേണം തക്കാളി തൈകൾ നട്ട് കൊടുക്കുവാൻ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ മണ്ണോ വളമോ ഒക്കെ കൂട്ടി ചേർക്കുമ്പോൾ അതിൽ കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് തന്നെ ആയിരിക്കുകയും വേണം. അതുപോലെ തന്നെ തക്കാളി തൈകൾ നട്ട് കൊടുക്കുമ്പോൾ സ്യൂഡോമോണസ് ലായനിയിലായി മുക്കി വേണം തൈകളൊക്കെ നട്ട് കൊടുക്കുവാൻ. അതുപോലെ തന്നെ 15 ദിവസം കൂടുമ്പോൾ സ്യൂഡോമോണസ് ലായനി തക്കാളി ചെടിയുടെ ചുവടുകളിലും ഇലകളിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും വേണം. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തക്കാളി നല്ല രീതിയിൽ വാട്ടരോഗമില്ലാതെ തന്നെ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിയും. പിന്നെ പ്രധാനമായും തക്കാളി ചെടികളൊക്കെ വെച്ച് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ താങ്ങ് കൊടുക്കുകയും വേണം. ഞാനിവിടെ ചെടികളൊക്കെ അധികം വളരുന്നതിന് മുന്നേ തന്നെ കമ്പുകളൊക്കെ ഊന്നി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജൈവസറികളെല്ലാം ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഞാനിവിടെ പച്ച ചാണകം നേർപ്പിച്ച് അത് തക്കാളി ചെടികൾക്കും അതുപോലെ തന്നെ ഇവിടെ എൻ്റെ പച്ചക്കറി തോട്ടത്തിലുള്ള മറ്റ് തൈകൾക്കും ചെടികൾക്കും എല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജൈവസറിയായി പച്ച ചാണകം അതുപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്ക് ഇതൊക്കെ പുളിപ്പിച്ച് നേർപ്പിച്ച് നമ്മുടെ ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാം. തക്കാളി ചെടികളൊക്കെ നട്ട് കൊടുത്തു കഴിഞ്ഞ് ഒരു 2 പ്രാവശ്യമെങ്കിലും വളം ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ആദ്യം സൂപ്പർ മീൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ പോട്ടി മിക്സൊക്കെ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചാരവും ചാണകപ്പൊടിയും ഒക്കെ ചേർത്ത പോട്ടി മിക്സാണ്. ഇതുകൂടി ഞാൻ ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ചെടി ഈ ഒരു പാകത്തിനൊക്കെ വളർന്നു കഴിയുമ്പോൾ നമ്മൾ വളപ്രയോഗമൊക്കെ നടത്തിയതിന് ശേഷമായിരിക്കും വാട്ടരോഗം വരാറ്. അപ്പോൾ കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണിൽ തന്നെ വേണം നമ്മൾ ചാരവും ചാണകപ്പൊടിയും ഒക്കെ ചേർത്ത് വളം കൊടുക്കുവാൻ. ഇപ്പോൾ നമ്മുടെ തക്കാളി ചെടികളെ വാട്ടരോഗത്തിൽ നിന്ന് സംരക്ഷിക്കാം. തക്കാളി ചെടികൾക്ക് ചാരമൊക്കെ ചേർത്ത് വളം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടാഷ് ലഭിക്കുകയും അതുകൊണ്ട് ധാരാളം പൂവുകളും നല്ല രീതിയിൽ കായ്കളും ഒക്കെ ഉണ്ടായി കിട്ടുന്നതിന് സഹായിക്കും. പിന്നെ നമ്മളെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടാഷ് ലഭിക്കുന്നതിന് 1-2 ടിപ്സുകൾ കൂടി പറയാം. ഏത്തപ്പഴത്തിൻ്റെ തോല് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതിന് ശേഷം അത് ചെടികളുടെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ല രീതിയിൽ പൂവുകൾ ഉണ്ടാകുന്നതിന് കായ്ക്കുന്നതിനും സഹായിക്കും. ഉള്ളിത്തോല്, മുട്ടത്തോട് ഇതൊക്കെ തക്കാളി ചെടികളുടെ ചുവടുകളിലായി ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ല രീതിയിൽ തക്കാളി കായകൾക്ക് നിറം ലഭിക്കുന്നതിനും വലിപ്പമുണ്ടാകുന്നതിനും ധാരാളം പൂവുകളും കായകളും ഒക്കെ കിട്ടുന്നതിനും സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ തക്കാളി ചെടികളൊക്കെ നന്നായിട്ട് പൂവിട്ടിരിക്കുകയാണ്. അപ്പോൾ പൂവുകളൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ പൂകളിലായിട്ട് പൂകളൊന്നും കൊഴിഞ്ഞു പോകാതെ ചെറിയ രീതിയിലൊന്ന് തട്ടിക്കൊടുക്കുന്നത് പരാഗണം നടക്കുന്നതിന് സഹായിക്കുന്നു.
എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. എനിക്ക് ഈ തക്കാളിയുടെ തൈകളൊക്കെ ഓരോ കൃഷി കഴിഞ്ഞ് വരുമ്പോഴേക്കും കൃഷിഭവനിൽ തൈകൾ വരുമ്പോൾ കിട്ടാറുണ്ട്. തക്കാളിയുടെ തൈകൾ കിട്ടിയില്ലെങ്കിലും തക്കാളിയുടെ വിത്തുകൾ പാകി മുളപ്പിച്ച് നമുക്ക് നല്ല രീതിയിൽ തക്കാളി കൃഷി ചെയ്യാം. നല്ലൊരു പഴുത്ത തക്കാളിക്കായ ഉണ്ടെങ്കിൽ അതിനെ രണ്ടായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം അതിനുള്ളിലെ വിത്തുകളൊക്കെ എടുത്ത് അതിനെ ഒന്ന് കഴുകി ഒരു ചെടിച്ചട്ടിയിലോ ഒരു കവറിലോ ഒന്ന് പാകി കൊടുത്താൽ മതി. നല്ല രീതിയിൽ നമുക്ക് തക്കാളി തൈകളൊക്കെ മുളച്ച് കിട്ടും. ഇങ്ങനെയൊക്കെ നമുക്ക് നന്നായിട്ട് തക്കാളി കൃഷി ചെയ്തെടുക്കാം. ഇപ്പോഴെൻ്റെ തക്കാളി ചെടികളൊക്കെ നന്നായിട്ട് തക്കാളിക്കായകളൊക്കെ ആയി നിൽക്കുന്നുണ്ട്. ദാണ്ട എല്ലാത്തിലും തക്കാളിക്കായകളൊക്കെ നിറയെ ആയിട്ടുണ്ട്. ഞാൻ ഈ തക്കാളി ചെടികളൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഇതിനപ്പുറവും ഇപ്പുറവും 2 കമ്പികൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതുപോലെ കയറ് വലിച്ചു കെട്ടുന്നതിനായിട്ട്. അപ്പോൾ തക്കാളി ചെടികളൊക്കെ നന്നായിട്ട് നിവർന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.